2 ക്യാരറ്റ് 3 ക്യാരറ്റ്. ഇനി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമുണ്ട്, എന്താണെന്നറിയോ? ബ്ലേഡാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. ഈ ബ്ലേഡ് കൊണ്ട് ഈ ക്യാരറ്റ് വളരെ ഈസി ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയും ഷാർപ്പാണ്. മനസ്സിലായോ? ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡിനെ ഇതിനകത്ത് വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ വെക്കാം. റൈറ്റ്, കണ്ടോ ബ്ലേഡ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ? ഈ ബ്ലേഡിനെ ഇതിനകത്ത് വെച്ചു, അടച്ചു. ഇപ്പൊ ബ്ലേഡ് കൂടെ കണ്ടല്ലോ അല്ലേ? ഇനി അങ്കിള് ഈ ഒരു ക്യാരറ്റ് ഇവിടെ വെച്ചു, ഈ ഒരു ക്യാരറ്റ് അടിയിൽ വെച്ചു. 2 ക്യാരറ്റ്. ഓക്കെ, ബ്ലേഡ് ഇവിടെ കാണുന്നുണ്ടല്ലോ? ഇങ്ങനെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷാർപ്പാണ്. കണ്ടോ, മുറിഞ്ഞു പോയി, ഇത്രയും ഷാർപ്പാണ്. കണ്ടല്ലോ? ഇനിയാണ് മോനിഷയുടെ റോള്. പേടിയുണ്ടോ? പേടിയുണ്ടാകുന്നു, അതാ പറഞ്ഞത്. പേടിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നടക്കുള്ളൂ. പണ്ട് ബ്ലഡ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ചെറിയ കച്ചി കൊടുക്കണം. ബ്ലഡ് ഇവിടെ മോനിഷയുടെ റൈറ്റ് ഹാൻഡ് ഒന്നുകൂടി കണ്ടോ? എല്ലാവർക്കും ടാറ്റു എടുത്ത മോളെ, എല്ലാവരുടെയും മോതിരിക്കുന്നുണ്ടോ? ഇതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഓക്കെ, കൈ ഇങ്ങനെ അകത്ത് വെച്ച് ധൈര്യമായിട്ട് വെക്കാം. അങ്കിളല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് വെക്കണം കുട്ടാ. ഇനി ഇതാ ബ്ലഡ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കർച്ചീഫ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലേഡ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? അടിയിൽ ഞാൻ ക്യാരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് മുറിഞ്ഞു, കർച്ചീഫ് എടുത്തു. മോനീഷയുടെ കയ്യിലൊന്നും പറ്റിയില്ല. അപ്പോ വെരി ഗുഡ്. ഈ കൈ കൊണ്ട് എല്ലാവർക്കും ടാറ്റു എടുത്ത്. അപ്പൊ ഈ കൈ കൊണ്ട് ഇനി ഇവിടെ നന്നായിട്ട് വർക്ക് ചെയ്ത്, ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ത്യയുടെ ഉരുക്ക് വനിതയായിട്ട് മാറും. ഓൾ ദി ബെസ്റ്റ്.